current affairs. Monday, March 18. മാർച്ച് 18 ന്യൂസ് പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകൾ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. രണ്ടല്ല മൂന്നോളം ന്യൂസുകളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ പൊളിറ്റീഷ്യൻസ്മാരിൽ ഒരാളായിരുന്ന മനോഹർ പരീക്കർ മരിച്ചുപോയി. മനോഹർ പരീക്കർ ഏകദേശം ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഇത് ഉടനെ തന്നെ സംഭവിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു. അദ്ദേഹത്തിന് പാൻക്രിയാസ് ക്യാൻസർ ആയിരുന്നു. അത് റിക്കവറി ഇല്ലാത്ത രീതി ആ സ്റ്റേജിലേക്ക് അത് പോയിരുന്നു. അദ്ദേഹം പലതവണ ഗോവയുടെ ചീഫ് മിനിസ്റ്റർ ആവുകയും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായി ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്ത ഒരു ചീഫ് മിനിസ്റ്ററാണ്. വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആവുന്ന IITian എഞ്ചിനീയറിംഗ് പാസ്സായി ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ആവുന്ന ആദ്യത്തെ ആളാണ് മനോഹർ പരീക്കർ എന്ന് പറയുന്ന ഗോവക്കാരൻ. അത് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് അത് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. പിനാകി ചന്ദ്ര ഘോസ്, പിനാകി PINAKI, പിനാകി ചന്ദ്ര ഘോസ് GHOSE, സെറ്റ് ടു ബി ഇന്ത്യസ് ഫസ്റ്റ് ലോക്പാൽ. ഇന്ത്യയിൽ ലോക്പാൽ ആക്ട് എന്ന് പറയുന്ന സംഭവം 2013 പാസ്സായതാണ്. ഇപ്പം ഏകദേശം 6ഓളം വർഷം എടുത്തു ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യാൻ. ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്ന ലോക്പാലിന് അപ്പോയിന്റ് ചെയ്തത് ഇപ്പോഴാണ്. പിനാകി ചന്ദ്ര ഘോസ് ആണ്. അദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല, പക്ഷെ അപ്പോയിന്റ്മെന്റ് ആവും ഷുവർ ആണ്. പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും പിന്നെ ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആയ മുകുൾ റോഹ്തഗിയും ചേർന്നാണ് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സുമിത്ര മഹാജൻ, ലോക്സഭാ സ്പീക്കർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയി, പിന്നെ ഒരു എമിനന്റ് ജൂറിസ്റ്റ് അത് മുകുൾ റോഹ്തഗി ROHATGI. ഇവർ ചേർന്നാണ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തത്. ഈ പേര് പഠിച്ചു വെച്ചേക്കണം. ഇനി ഭാവിയിൽ അങ്ങോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു നെയിം ആയിരിക്കും പിനാകി ചന്ദ്ര ഘോസ്. ഇന്ത്യയുടെ ഫസ്റ്റ് ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. പിന്നീട് അത് ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ലോക്പാൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ആണത്. പിന്നെ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചില് മുസ്ലിം ദേവാലയത്തിൽ നടന്ന വെടിവെപ്പില്, ഒരു ഗൺമാൻ നടത്തിയ വെടിവെപ്പില് ഏകദേശം 50ഓളം പേര് മരിച്ച വളരെ ട്രാജിക് ആയിട്ടുള്ള ന്യൂസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതും ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് ആയിട്ടുണ്ട്. വളരെ കണ്ടമബിൾ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് അത്. റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. ന്യൂസിലാൻഡിലെ പ്രൈം മിനിസ്റ്റർ ജസീന്ത ആർഡേൺ ആണ്. ജസീന്ത JASCINTH ജസീന്ത ആർഡേൺ ARDERN ജസീന്ത ആർഡേൺ. അത് കഴിഞ്ഞ് നമ്മള് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ ദിക്ഷ ദാഗർ DIKSHA ദിക്ഷ ദാഗർ DAGR ദിക്ഷ ദാഗർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഗോൾഫ് പ്ലെയർ ആണ്. വുമൻ ഗോൾഫ് പ്ലെയർ ആണ്. She became only the second Indian woman golfer to win on the Ladies European Tour. Ladies European Tour എന്ന് പറയുന്ന യൂറോപ്യൻ ടൂർ ഉണ്ട് ഗോൾഫില്. അതിൽ ലേഡീസ് ഉണ്ട്, ജെന്റിൽമെന്റെ ഉണ്ട്. ഈ ലേഡീസ് യൂറോപ്യൻ ടൂറിൽ കപ്പ് നേടുന്ന സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ വെച്ച് നടന്ന ഒരു ഗോൾഫ് ഇവന്റില് സൗത്ത് ആഫ്രിക്കൻ ഓപ്പൺ എന്നാണ് അതിന്റെ പേര്. സൗത്ത് ആഫ്രിക്കൻ ഓപ്പൺ വിൻ ചെയ്യുക വഴി, ഇത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്നതാണെങ്കിലും ഇത് യൂറോപ്യൻ ടൂറിന്റെ ഭാഗമാണ്. ഇത് ദിക്ഷ ദാഗർ വിൻ ചെയ്യുക വഴി ഷീ ബിക്കെയിം ദ സെക്കൻഡ് ഇന്ത്യൻ വുമൻ ടു വിൻ എ ലേഡീസ് യൂറോപ്യൻ ടൂർ ടൈറ്റിൽ. ഫസ്റ്റ് എന്ന് പറയുന്നത് അദിതി അശോകാണ്. ആദ്യമായിട്ട് ഇത് വിൻ ചെയ്തത് അദിതി അശോകാണ്. യൂറോപ്യൻ ടൂറിൽ വിൻ ചെയ്തത് ആദ്യമായിട്ട് അദിതി അശോകാണ്. അതുപോലെ സായ് പ്രണീത് PRANEET സായ് പ്രണീത് ഇന്ത്യയുടെ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ്. ഇന്ത്യയുടെ ബാഡ്മിന്റൺ പ്ലെയർ ആയ സായ് പ്രണീത് സ്വിസ് ഓപ്പൺ എന്ന് പറയുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ തോറ്റുപോയി. അദ്ദേഹം റണ്ണറപ്പ്. അതുപോലെ നമ്മള് അടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ F1 സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആയ ഫോർമുല 1 ഇപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ലൂയിസ് ഹാമിൽട്ടൺ, മെഴ്സിഡസിന്റെ ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തന്നെ ടീംമേറ്റ് ആയ വാൽത്തേരി ബോട്ടാസ് VALTTERI വാൽത്തേരി ബോട്ടാസ് BOTTAS മെഴ്സിഡസ് ടീം തന്നെ ആണ് അദ്ദേഹവും. വാൽത്തേരി ബോട്ടാസ് ആണ് ഈ F1 സീസണിന്റെ ഇനാഗുറൽ
ഗ്രാൻഡ് പ്രിക്സ് ആയ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്ത്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സോടുകൂടി തുടങ്ങുന്നത് വിൻ ചെയ്തത് വാൽട്ടേരി ബോട്ടാസ് ഇൻ മെഴ്സിഡസ്. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയും വലിയൊരു ന്യൂസ് ഉണ്ട്. അവിടുത്തെ വലിയ ന്യൂസ് എന്താണെന്ന് വെച്ചാല് ഇന്ത്യയുടെ ഫുട്ബോൾ ലീഗായ ISL, ഇന്ത്യയുടെ ഫുട്ബോൾ ലീഗായ ISL, ഫുട്ബോൾ ലീഗിൽ വേറൊന്നും ഐ ലീഗ് ഉണ്ടായിരുന്നു. ഐ ലീഗ് ഓൾറെഡി കഴിഞ്ഞു. ചെന്നൈയിൻ FC എന്ന് പറഞ്ഞ ക്ലബ്ബാണ് ഐ ലീഗ് വിൻ ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ISL കഴിഞ്ഞു. ISL വിൻ ചെയ്തത് ബംഗളൂരു FC ആണ് ISL വിൻ ചെയ്തത്. അപ്പോ അത് അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 14 പേജ് ബിസിനസ് പേജ് ആണ്. 14 പേജ് ബിസിനസ് പേജിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബോണ്ട് സ്കീമിനെ കുറിച്ച് വലിയൊരു അനാലിസിസ് ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ബോണ്ട് സ്കീമിന്റെ പേര് SGB എന്നാണ്. SGB എന്ന് പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. SGB. ഇന്ത്യയിൽ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഇറക്കുമതി, ഇന്ത്യയിലേക്കുള്ള ഗോൾഡിന്റെ ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് SGB അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇത് അങ്ങനെ ഗോൾഡിന്റെ ഇറക്കുമതി പിന്നീട് കുറയ്ക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്കീം ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഗോൾഡ് വാങ്ങുന്നതിന് പകരം ഗോൾഡിന്റെ ഇക്വലന്റ് വാല്യൂ ഉള്ള ഗവൺമെന്റിന്റെ ഈ ബോണ്ടുകൾ വാങ്ങാം. ഈ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഗോൾഡ് കീപ്പ് ചെയ്യുന്നത് പോലെ ഈ ബോണ്ട് കീപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഗോൾഡ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുവഴി നമുക്ക് ഗോൾഡിന്റെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഗോൾഡ് കീപ്പ് ചെയ്യുന്ന അതേ ഇഫക്ട് കിട്ടുകയും ചെയ്യും. അതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഗോൾഡിന്റെ കൺസംഷൻ കുറച്ചാൽ ഗോൾഡ് ഇറക്കുമതി കുറയും. ഗോൾഡ് ഇറക്കുമതി കുറയുമ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയും. അതായിരുന്നു ഗവൺമെന്റ് ലക്ഷ്യം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് CAD എന്ന് പറയുന്നൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. CAD is the difference between value of import and export. ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഒരു ഡിഫറൻസ് ആണ്. ഇമ്പോർട്ടിന്റെ വാല്യൂ ആണ് ഇന്ത്യക്ക് കൂടുതൽ. മെയിൻലി ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ട് ക്രൂഡ് ഓയിൽ ആണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കൂടി പോകത്തേ ഉള്ളൂ. പക്ഷെ ഗോൾഡിന്റെ ഇമ്പോർട്ട് അതുപോലെ കൂടുതലായിരുന്നു. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സ്കീമാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് സോ സക്സസ്ഫുൾ. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫാമിലീസിന്റെ ഒബ്സഷൻ വിത്ത് ഫിസിക്കൽ ഗോൾഡ്. അതാണ് പ്രോബ്ലം. നമുക്ക് എപ്പോഴും നമ്മൾ ഫിസിക്കൽ ഗോൾഡ് സൂക്ഷിക്കുന്ന എല്ലാവർക്കും അതിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ടെങ്കിലും നമ്മളുടെ സൊസൈറ്റി എപ്പോഴും ഫിസിക്കൽ ഗോൾഡ് സൂക്ഷിക്കുന്നതിനാണ് ഇഷ്ടം. അല്ലാതെ ഇത് ബോണ്ടൊന്നും സൂക്ഷിക്കുന്നതിനേക്കാളും അവർക്ക് താല്പര്യം അതാണ് എന്റെ പ്രശ്നവും. SGB സോവറൻ ഗോൾഡ് ബോണ്ട് സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് ബോണ്ട് സ്കീമാണ്. അതുപോലെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ഞാനത് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസി അനുസരിച്ച് ഞാൻ ഈ ഇടയ്ക്ക് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സിനും പിന്നെ റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ് കൊടുത്തു. ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിന് മുമ്പാണെന്ന് വെച്ചാൽ 25 മെഗാവാട്ട് വരെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സിന് മാത്രമേ റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെഗാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സിനും കൊടുത്തു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇതാണ് ഇന്ത്യയുടെ ന്യൂ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസിയിൽ മെയിൻലി പറയുന്നത്. പിന്നെ റൈറ്റ് ഇഷ്യൂവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എപ്പോഴും വരുന്ന തന്നെയാണ് റൈറ്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഷെയർസ് ഇഷ്യൂ തന്നെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നീട് അസോജം, ASSOCHAM, അസോജത്തിന്റെ എക്സ്പാൻഷൻ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്നാണ്. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോജം എന്ന് പറഞ്ഞാൽ ട്രേഡ് ബോഡിയാണ് അസോജത്തിന്റെ പ്രസിഡന്റ് ആണ് ബാലകൃഷ്ണൻ ഗോയങ്ക, ബാലകൃഷ്ണൻ BALKRISHAN, ബാലകൃഷ്ണൻ ഗോയങ്ക, GOENKA, ബാലകൃഷ്ണൻ ഗോയങ്ക. അപ്പൊ അത്രയാണ് ബിസിനസ് പേജിൽ നമുക്കുള്ളത്. അത് കഴിഞ്ഞ് 12th പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഓരോരോ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസിനെ കുറിച്ച്. ഒന്ന് ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന അറ്റാക്ക്, പിന്നീട് മുസ്ലിം ദേവാലയത്തിൽ നടന്ന മോസ്കിൽ നടന്ന അറ്റാക്ക്, രണ്ടാമത് എത്യോപ്യയിലെ ഫൈറ്റ്, നമ്മളുടെ പ്ലെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ബോയിങ് പ്ലെയിൻ ക്രാഷ് ആയ എത്യോപ്യയിൽ 157 ആൾക്കാർ മരിച്ചത്. ഇതൊക്കെ തന്നെയാണ് വേൾഡ് പേജിൽ മെയിൻലി ഡിസ്കഷൻസ് വരുന്നത്. പിന്നെ അവിടെ ഇന്ത്യയുടെ
സുഷമ സ്വരാജ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് മാൽദീവ്സ് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. മാൽദീവ്സിന്റെ പ്രസിഡന്റിന്റെ പേരും അതിൽ കൊടുത്തിട്ടുണ്ട്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, SOLIH. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇസ് ദ പ്രസിഡന്റ് ഓഫ് മാൽദീവ്സ്. അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ മാൽദീവ്സ് ഒരു സാർക്ക് കൺട്രിയാണ്. മാൽദീവ്സ് ഇസ് എ സാർക്ക് കൺട്രി. സാർക്ക്, SAARC. സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സാർക്കിൽ 8 കൺട്രീസ് ആണുള്ളത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യ. അതിലൊരു മെമ്പർ കൺട്രിയാണ് മാൽദീവ്സ്. അതാണ് അതിന്റെ പ്രാധാന്യം. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു ആണ്. നേപ്പാളിന്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ നമ്മള് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ മെയിൻലി പൊളിറ്റിക്സ് തന്നെയാണ്. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുന്നവരെ അങ്ങനെ ആയിരിക്കും. May 19th ഇലക്ഷൻ കഴിയുന്നത് വരെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇന്ത്യയിൽ പഴയ IAS ഓഫീസർ വളരെ എങ്ങാണ്. അത് IAS ജോബ് വേണ്ടെന്ന് വെച്ചിട്ട് പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. IAS ഓഫീസറായ ഷാ ഫെയ്സൽ, SHAH, ഷാ ഫെയ്സൽ, FAESAL. ഷാ ഫെയ്സൽ എന്ന് പറയുന്നത് കാശ്മീരിയാണ്. 35 വയസ്സുകാരാണ്. 35 മാത്രമേ അദ്ദേഹത്തിന്റെ ഏജ് ഉള്ളൂ. അദ്ദേഹം ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ലോഞ്ച് ചെയ്തു. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് JKPM. JKPM എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ്. ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ്, JKPM. പിന്നെ ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആയുഷ്, AYUSH. ആയുഷിന്റെ എക്സ്പാൻഷൻ ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോപ്പതി, യുനാനി ആൻഡ് നാച്ചുറോപ്പതി. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അതാണ് ആയുഷ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ചർച്ച് മാസക്കർ. അതിനെ കുറിച്ചാണ്. ക്രൈസ്റ്റ് ചർച്ചിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. ഇതിനൊക്കെ കാരണം ഒരു ആന്റി മുസ്ലിം ഫീലിംഗ് അല്ലെങ്കിൽ ആന്റി ഇമിഗ്രേഷൻ ഫീലിംഗ് യൂറോപ്പിലെ പല കൺട്രീസിലും വളർന്നു വരുന്നു. അതിന് അവിടുത്തെ ലീഡേഴ്സും അതിന് ഉത്തരവാദികളാണ്. പിന്നീട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്പിലെ ഒരു കൺട്രിയായ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ. ഹംഗറി എന്ന് പറയുന്ന കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് വിക്ടർ, VIKTOR, വിക്ടർ ഓർബൻ, ORBAN. വിക്ടർ ഓർബനെ പോലുള്ള ആൾക്കാർ വളരെ പിന്നീട് തീവ്രമായ ഒരു നിലപാടാണ് ആന്റി ഇമിഗ്രേഷൻ അഗേൻസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിലുള്ള നിലപാട് എടുക്കുന്നത്, ഇതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ, ലോക്കൽ ആൾക്കാരുടെ ഇടയിൽ ഇമിഗ്രേറ്റ് ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് മുസ്ലിം കൺട്രീസ്, സിറിയ പോലുള്ള കൺട്രീസിൽ നിന്ന് അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് തീവ്രമായ ഒരു വികാരം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള അറ്റാക്സിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വലിയ ആവശ്യമൊന്നുമില്ല. ലാപ്സ് ആൻഡ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. അതെന്ന് വെച്ചാൽ മുംബൈയിൽ ഇപ്പൊ ഒരു ബ്രിഡ്ജ് കൊളാപ്സ് ആയി 6ഓളം ആൾക്കാർ മരിച്ചു. അപ്പം അത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ് ഹിന്ദുവിന്റെ സെക്കൻഡ് എഡിറ്റോറിയൽ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും 7 പേജ്, അത് നേഷൻ പേജാണ്. നേഷൻ പേജിലേക്ക് പോകുമ്പോൾ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സബ്മറൈൻ ഉണ്ട്. സ്കോർപിയൻ, SCORPEN, സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ. ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത, ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത, അത് പഠിച്ചു വെച്ചേക്കണം, ഫസ്റ്റ് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ ആണ് INS കൽവാരി. INS കൽവാരി, KLVARI. INS കൽവാരിയാണ് ഇന്ത്യ ഫസ്റ്റില് കമ്മീഷൻ ചെയ്ത, ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ. പിന്നെ INS ഖണ്ഡേരി ഉണ്ട്. INS ഖണ്ഡേരി എന്ന് പറയുന്ന രണ്ടാമത്തത് ഇൻഡക്ട് ചെയ്യാൻ പോയാണ്. INS ഖണ്ഡേരി, KHANDERI, INS ഖണ്ഡേരി. ഇത്രയാണ് നമുക്ക് ഈ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. മാർച്ച് 17 സൺഡേ. മാർച്ച് 17 സൺഡേയിലെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ കർത്താർപൂർ കോറിഡോറിനെ കുറിച്ച് ഇപ്പൊ എല്ലാ ദിവസവും വാർത്ത വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. 550th ബർത്ത് ആനിവേഴ്സറി ആണ് സിഖ് മതത്തിന്റെ ആചാര്യനായ ഗുരു നാനാക്കിന്റെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അവരുടെ ഒരു ഗുരുദ്വാര, കർത്താർപൂർ എന്ന് പറയുന്ന ഗുരുദ്വാര ഇന്ത്യൻ പിൽഗ്രിംസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണം. അതിനായിട്ട് പാകിസ്ഥാനായിട്ട് നമുക്ക് കുറെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്. സിഖുകാരുടെ മതഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ് സാഹിബ്. അതുപോലെ ഗോവയുടെ ഗവർണറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഗോവയുടെ ഗവർണറാണ് മൃദുല സിൻഹ. ഗോവയുടെ ഗവർണർ മൃദുല സിൻഹയാണ്.
അത് കഴിയുമ്പോൾ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ അനിർബാൻ ലാഹിരി ഇന്ത്യയുടെ ഒരു ലീഡിംഗ് ഗോൾഫ് പ്ലെയർ ആണ്. ഗഗൻജിത് ബുള്ളാർ, GAGANJEET, ഗഗൻജിത് ബുള്ളാർ, അനദർ ഗോൾഫ് പ്ലെയർ ഫ്രോം ഇന്ത്യ. പിന്നെ ദീപ കർമാകർ ഇന്ത്യയുടെ ഫസ്റ്റ് ഒളിമ്പ്യൻ ജിംനാസ്റ്റ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ജിംനാസ്റ്റ് ആണ് ദീപ കർമാകർ. പക്ഷെ അവരുടെ അടുത്ത ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സിലേക്കുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർക്കൊരു ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. പിന്നീട് അത് കഴിയുമ്പോൾ പഞ്ചാബിലെ പട്യാലയിൽ വെച്ച് ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫെഡറേഷൻ കപ്പ് എന്ന് പറയുന്ന അത്ലറ്റിക് മീറ്റ് പഞ്ചാബിലെ പട്യാലയിൽ വെച്ച് നടക്കുന്നു. ബംഗളൂരു FC ആണ് ഇപ്പോഴത്തെ ISL ചാമ്പ്യന്മാരെന്ന് ഞാൻ പറഞ്ഞു. റണ്ണറപ്പ് ആയിരുന്നു കൂടെ പഠിച്ചു വെച്ചേക്കണം. FC ഗോവയാണ് റണ്ണറപ്പ്. FC ഗോവയാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. FC ഗോവ. അതുപോലെ ഇന്ത്യൻ വെൽസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് കഴിഞ്ഞു. ഇന്ത്യൻ വെൽസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്തത് ഡൊമിനിക് തീം ആണ്. ഡൊമിനിക് തീം THIEM. ഡൊമിനിക് തീം റോജർ ഫെഡറിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ഡൊമിനിക് തീമായി ഇന്ത്യൻ വെൽസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്തു. അതിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ വെൽസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്തത് ഡൊമിനിക് തീം, തോൽപ്പിച്ചത് റോജർ ഫെഡറിനെയാണ്. AM നായിക് പത്മവിഭൂഷൺ കിട്ടി. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് AM നായിക്, ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് ഇപ്പൊ പത്മവിഭൂഷൺ കിട്ടി. AM നായിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് L&T ആണ്. L&T എന്ന് പറഞ്ഞ കമ്പനിയെ കഴിഞ്ഞ 50 years ആയിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന L&Tയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആണ് AM നായിക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. QIPയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചുക. QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്, അതാണ് QIP. ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പ്, കുമാരമംഗലം ബിർള ചെയർമാൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. അവരുടെ അണ്ടറിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഐഡിയ ഒരു കമ്പനിയാണ്, അൾട്രാടെക് സിമെന്റ് വേറൊരു കമ്പനിയാണ്, ഹിൻഡാൽകോ വേറൊരു കമ്പനിയാണ്. അതുപോലുള്ള കമ്പനീസിന്റെ കൂടുതൽ വേറൊരു കമ്പനി ഗ്രാസിം ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഗ്രൂപ്പിന് അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. പിന്നെ നമ്മൾ ബിസിനസ് പേജിലേക്ക് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. യെല്ലോ വെസ്റ്റ്, YELLO വെസ്റ്റ് VEST. അതെവിടെയാണ് നടക്കുന്നത് പറഞ്ഞാൽ ആദ്യം ഫ്രാൻസിലാണ്. മെയിൻലി പാരീസ് ഒക്കെ കേന്ദ്രീകരിച്ച് ഫ്രാൻസിലാണ് യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. പിന്നെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്, CZDCH, ചെക്ക് റിപ്പബ്ലിക്കിന്റെ അംബാസഡർ ടു ഇന്ത്യ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ അംബാസഡർ ടു ഇന്ത്യയുടെ ഒരു ഫോട്ടോ ഉണ്ട്. മിലാൻ ഹൊവോർക്ക, MILAN, മിലാൻ ഹൊവോർക്ക, HOVORKA. പിന്നീട് ഇത്രയാണ് സൺഡേയിലെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. സൺഡേയിലെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി വരുന്നത്. UNEP എന്താണെന്ന് അറിഞ്ഞിരിക്കണം. UNEP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് UNEP. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അതുപോലെ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബിയാണ്. നെയ്റോബി കെനിയയുടെ ക്യാപിറ്റലാണ്. അപ്പൊ കെനിയയുടെ ക്യാപിറ്റലായ നെയ്റോബിയാണ് UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന വേറൊരു ഏജൻസിയുണ്ട്. പിന്നെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് വിത്തൌട്ട് കാർഡ് ഫെസിലിറ്റി അനൗൺസ് ചെയ്തു. അതായത് അവരുടെ 16,500 ATMs നിന്ന് ക്യാഷ് വിത്ഡ്രോവൽ നടത്താം വിത്തൌട്ട് ഡെബിറ്റ് കാർഡ്സ് ഉപയോഗിക്കാതെ ക്യാഷ് വിത്ഡ്രോവൽ നടത്താനുള്ള ഫെസിലിറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തു. പറഞ്ഞിരിക്കുക
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്യാഷ് വിത്ഡ്രോവൽ ഡെബിറ്റ് കാർഡിന്റെ സഹായം ഇല്ലാതെ തന്നെ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഇപ്പൊ ഏർപ്പെടുത്തുന്നത്. അത് മെയിൻലി ഡെബിറ്റ് കാർഡ്സിലൊക്കെ ഒരുപാട് ഫ്രോഡ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കാർഡ് ഒന്നും ഉപയോഗിക്കാതെ, കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ATM മെഷീനിൽ. അത് എങ്ങനെയാണെന്ന് ഇന്നലത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനൊരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. അല്ല സോറി, ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. യോനോ എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്, YONO. അത് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. SBI അത് അങ്ങനെ ചെയ്തു, അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 6 lakh crores എന്ന് പറഞ്ഞ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്ത ഫസ്റ്റ് ബാങ്ക്. 6 ലക്ഷം കോടി 6 lakh crores എന്ന് പറഞ്ഞ വാല്യൂ, വിപണി മൂല്യം, മാർക്കറ്റ് വാല്യൂ ക്രോസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് HDFC ബാങ്ക്. അത് അറിഞ്ഞിരിക്കുക. HDFC ബാങ്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ബിസിനസ് ചെയ്യുന്ന ബാങ്കും HDFC ബാങ്കാണ്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും HDFC ബാങ്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് HDFC ബാങ്ക്. അപ്പൊ HDFC ബാങ്ക് 6 lakh crores എന്ന് പറയുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്തു. REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ്. REIT എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് REIT. അതുപോലെ ഹർഷ് ഗോയങ്ക, ഹർഷ് HARSH, ഹർഷ് ഗോയങ്ക GOENKA, ചെയർമാൻ RPG എന്റർപ്രൈസസ്. RPG എന്റർപ്രൈസ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയുണ്ട്. ഹാരിസൺ മലയാളം എന്ന് പറയുന്ന ടീ ബ്രാൻഡും, അതുപോലെ RPG കൺസ്ട്രക്ഷൻസ്, അതുപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട് അവരുടെ അണ്ടറിൽ. ഈ നമ്മളുടെ സ്പെൻസേഴ്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ചെയിൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് RPG എന്റർപ്രൈസ്. അതിന്റെ ചെയർമാൻ ഹർഷ് ഗോയങ്ക. അതുപോലെ സുമന്ത് സിൻഹ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി കമ്പനിയായ റിന്യൂ പവറിന്റെ ചെയർമാനാണ്. റിന്യൂ പവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി കമ്പനിയാണ് റിന്യൂ പവർ. അതിന്റെ ചെയർമാനാണ് സുമന്ത് സിൻഹ. ഇത്രയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ICCയുടെ ലേറ്റസ്റ്റ് ODI റാങ്കിങ്, വൺ ഡേ ഇന്റർനാഷണൽ റാങ്കിങ് വന്നപ്പോ നമ്പർ 1 ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയും നമ്പർ 1 ബൌളർ ജസ്പ്രീത് ബുംറയാണ്. വേൾഡില് നമ്പർ 1 ബാറ്റ്സ്മാനും നമ്പർ 1 ബൌളറും ഇന്ത്യക്കാരാണ്. നമ്പർ 1 ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി, നമ്പർ 1 ബൌളർ ജസ്പ്രീത് ബുംറ. ICCയുടെ ലേറ്റസ്റ്റ് വൺ ഡേ ഇന്റർനാഷണൽ റാങ്കിങ് അനുസരിച്ച്. ഇത്ര ആയപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഒരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്. സാറ്റർഡേ ന്യൂസ് പേപ്പറാണ്, നാളെ ഡിസ്കസ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാം?